ഈ വീഡിയോയിൽ കുറേ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ നമ്മൾ മതപരമായിട്ട് പല രീതിയിലുള്ള വിയോജിപ്പുകൾ, ഡീവിയേഷൻസ്, പലതരത്തിലുള്ള ചേരിതിരിവുകളൊക്കെ വളരെ എഫക്റ്റീവായിട്ട് പുറത്ത് കാണാൻ പറ്റുന്നുണ്ട്. അതിന് കാരണം വേറൊന്നും കൊണ്ടല്ല, ഇത് ഡിസംബർ മാസമാണ്, ന്യൂ ഇയർ ആണ്, ക്രിസ്മസ് ആണ്. അപ്പം ഇത് ക്രിസ്ത്യാനികളുടെ സെലിബ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു പോകുന്ന മാസങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് യൂറോപ്പ് മൊത്തത്തിൽ തന്നെ തീവ്രവാദ ആക്രമണങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ തുടരെ യൂറോപ്പിൻ്റെ ഉള്ളിൽ ഈ അറബ് മേഖലയിൽ നിന്നായിക്കോട്ടെ, അതേപോലെ തന്നെ റെഫ്യൂജികളായിട്ട് കടന്നു കയറി ചെന്ന കുറേ ആൾക്കാർ, വലിഞ്ഞു കയറി ചെന്ന ആൾക്കാരെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇവർ ബോട്ടിൽ എവിടെയും ചെല്ലാൻ സ്ഥലമില്ലാണ്ട് അലഞ്ഞു തിരിഞ്ഞ് പലരും വെള്ളത്തിൽ മുങ്ങിച്ചത്ത്, പിന്നെ പലരും നീന്തി കരക്കെടുത്ത്, അങ്ങനെയൊക്കെ പല രാജ്യങ്ങളിലും കയറിപ്പറ്റിയ അഭയാർത്ഥികളായിട്ട് അന്നത്തെ ഒരു യൂറോപ്പിൻ്റെ ഒരു കൾച്ചർ അനുസരിച്ച്, അവരുടെ ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസേൺ അനുസരിച്ച് ഈ ജനങ്ങൾക്കെല്ലാം തന്നെ അവർ താമസിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലവും അവരുടെ ഗവൺമെൻറ്റിൽ നിന്നും അവരുടെ ടാക്സ് പേയേഴ്സിൻ്റെ പൈസയൊക്കെ ഒതുക്കി ഇവർക്ക് ഗ്രാൻഡും ഇവരുടെ കുട്ടികൾക്ക് പഠനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും അങ്ങനെ പല സംവിധാനങ്ങളും ചെയ്തു കൊടുത്താണ്. എന്നിട്ടും ഇവർക്ക് ഇവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തണമെന്നോ, അല്ലെങ്കിൽ ഇവരുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോകണമെന്നോ, അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇവരുടെ ഉപജീവന മാർഗം കണ്ടെത്തണമെന്നോ, മാന്യമായിട്ട് പണിയെടുത്ത് ജീവിക്കണമെന്നോ യാതൊരു താല്പര്യമില്ല. കാരണം ഈ ഗ്രാൻഡ് കിട്ടുന്നുണ്ട്, അത് വാങ്ങിച്ച് പുട്ടടിച്ചിട്ട് നല്ല തിന്ന് കൊഴുത്ത് നടക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇമാതിരിയുള്ള പല കിറുക്ക് വേലകളും ചെയ്യാനുള്ള ഏർപ്പാടാണ് ഇവരുടെ തലച്ചോറിലുള്ളത്. ഇത് ആമുഖമായിട്ട് തന്നെ എനിക്ക് പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായതിൻ്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ, ഇന്നലെ അമേരിക്കയുടെ ഉള്ളിൽ നടന്ന തീവ്രവാദാക്രമണം, അത് കഴിഞ്ഞ് ഓസ്ട്രേലിയയിൽ ഉള്ളിൽ നടന്ന തീവ്രവാദാക്രമണം, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ജർമ്മനി ഒരു പ്ലോട്ട് അവർ മുൻകൂട്ടി തന്നെ കണ്ടെത്തി അതിനെ തടഞ്ഞിട്ടുണ്ട് ഒരു തീവ്രവാദാക്രമണത്തിന്. അപ്പോൾ അതിന് ജർമ്മനി പറഞ്ഞിരിക്കുന്നത് 5 ഭീകരരെയാണ് അവർ പിടികൂടിയിരിക്കുന്നത്. അതിൽ 3 മൊറോക്കൻ, 2 പേരിൽ ഒരാൾ ഈജിപ്ഷ്യൻ, മറ്റൊരുത്തൻ സിറിയക്കാരൻ. ഇങ്ങനെ 5 പേരും കൂടി ഒരു വണ്ടി നിറയെ എക്സ്പ്ലോസീവ്, പൊട്ടിത്തെറിക്കാൻ ഭാഗത്തിനുള്ള സാമഗ്രികളെല്ലാം കുത്തി നിറച്ച്, മറ്റേ അമോണിയം സംഭവം തന്നെ, ഈ അമോണിയം നൈട്രേറ്റ് ഇന്ത്യക്കുള്ളിലേക്ക് പൊട്ടിത്തെറിപ്പിച്ചില്ലേ, ഇതേപോലെ സംഗതി കുത്തി നിറച്ച് ഒരു വണ്ടി ലോഡ് ചെയ്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ട് ആക്രമണം നടത്താൻ വേണ്ടിയിട്ട്. അതായത് ക്രിസ്മസ് ഫെയർ, അത് പല യൂറോപ്യൻ രാജ്യങ്ങളിലും വളരെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു പ്രോഗ്രാമാണ്. ക്രിസ്മസിനോടനുബന്ധിച്ച് ഡിസംബർ മാസത്ത് പല കമ്മ്യൂണിറ്റികളിലും, ഈ യൂറോപ്പിലൊക്കെ കമ്മ്യൂണാണ്, അപ്പം അങ്ങനെ പല കമ്മ്യൂണുകളിലും ഈ പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പം കഴിഞ്ഞ വർഷമാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ജർമ്മനിക്കുള്ളിൽ ഒരുത്തൻ കാർ ഓടിച്ച് കയറിയായിരുന്നു. അതിനേക്കാളും കൂടുതൽ ഫലപ്രദമായ രീതിയിൽ, തീവ്രവാദ ഭാഷയിലാണ്, അവന് ഗുണം കിട്ടുന്ന രീതിയിൽ കുറെ കൂടി കൂടുതൽ ആൾക്കാരെ, ഇറ്റ് മീൻസ് കുറെ കൂടി കൂടുതൽ കാഫറുകളെ കൊല്ലാൻ പറ്റുമോ എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ വണ്ടി നിറയെ ഈ പൊട്ടിത്തെറിക്കാനുള്ള സാമഗ്രികളൊക്കെ കുത്തി നിറച്ച് കൊണ്ടിട്ടിട്ട് ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് ഇരുന്ന ടീമിനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 5 പേരെയാണ് പിടികൂടിയിരിക്കുന്നത്. ഈ ഒരു ഇൻഫർമേഷൻ ഇന്റലിജൻസിന്റെ വിവരപ്രകാരം ഇവർ കൃത്യമായിട്ട് ഇവരുടെ സ്ഥലം കണ്ടെത്തി ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിനകത്ത് മൊസാദിന്റെ പങ്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം ജർമ്മനി മാത്രമല്ല, ഓസ്ട്രേലിയക്ക് വരെ മൊസാദ് മുന്നറിയിപ്പ് കൊടുത്താണ്, ഇവിടെ ഇന്ന രീതിയിലുള്ള ഇന്ന റൂമിലൊക്കെ ആൾക്കാരുണ്ടെന്നുള്ളതിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് കൈമാറിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ജർമ്മനിയിൽ നിന്നും വരുന്ന അപ്ഡേറ്റ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ യു കെയിൽ നോക്കി കഴിഞ്ഞാൽ, യു കെയിൽ ഒരു സൊമാലിയക്കാരൻ, അവനും ഇതേപോലെ തീവ്രവാദം പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അവൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, അവനൊരു കത്തി, ചെറിയൊരു നൈഫ് എടുത്തുകൊണ്ട് ബസ്സിൽ കയറിയിട്ട് ആൾക്കാരെ കുത്താൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം ഇവനെ കണ്ടെത്തി, ഇവനെ ഇൻഫർമേഷൻ കൊടുത്ത്, പിന്നെ പോലീസ് വന്ന് ഇവനെ കസ്റ്റഡിയിലെടുത്ത് അവനിപ്പം പൂട്ടിയിരിക്കുകയാണ്, ഡീറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. ഇതാണ് സംഗതികൾ. അതായത് ഇവർക്ക് എന്തെങ്കിലും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം, അതാണ് സംഗതി. ഇപ്പം ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞു വെച്ചത്, ഒരു മതപരമായിട്ടുള്ള ഒരു ഡീവിയേഷൻ. ഇതിങ്ങനെ കൂടി ഇങ്ങനെ ഈ ആക്രമണങ്ങൾ ഇങ്ങനെ വർദ്ധിച്ച് പോയി കഴിഞ്ഞാൽ, ഇത് ഇത്രയും കാലം ഏഷ്യൻ സൈഡിൽ ബാധിച്ചിരുന്നു. പക്ഷേ ഏഷ്യൻ സൈഡിൽ, വെസ്റ്റേൺ രാജ്യങ്ങൾ ഏഷ്യൻ സൈഡിലുള്ള ആൾക്കാരെ കാണുന്നത് വില കുറഞ്ഞ മനുഷ്യരായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇത് വലിയ കാര്യമല്ലായിരുന്നു. പിന്നെ ആകെ കൂടി അമേരിക്ക ഈ തീവ്രവാദത്തിനെ ചെറുക്കാൻ വേണ്ടി ഇറങ്ങിയത് ആ 2 ഇരട്ട ഗോപുരം ന്യൂയോർക്കിൽ ലാഡൻ ചേട്ടൻ അടിച്ചിട്ടപ്പോഴാണ്. അപ്പോൾ അങ്ങനെ അതിനെ അടിച്ചിട്ടത് കൊണ്ട് മാത്രമാണ് ഇവർ തീവ്രവാദികൾക്കെതിരെ ഇറങ്ങി തിരിച്ചത്. അപ്പോഴാണ് ശരിക്കും യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് മനസ്സിലായത് എന്താണ് സംഗതി എന്നുള്ളത്. അപ്പോൾ അതുപോലെ ഇപ്പോൾ യൂറോപ്പിന് ഇപ്പോൾ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട്. അതിനുള്ള വഴി അവർ തന്നെയാണ് തുറന്നു കൊടുത്തത്. ഇത് ഞാൻ ഓർക്കുന്നുണ്ട്, മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഒരു അറബ് കൺട്രിയുടെ നേതാവ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല, യൂറോപ്പ്. കാരണം ഈ മിഡിൽ ഈസ്റ്റിൽ നിന്നും പോയ റെഫ്യൂജികളെ മിഡിൽ ഈസ്റ്റിലുള്ള മറ്റുള്ള രാജ്യങ്ങൾ ഇവർക്ക് ഒരു രീതിയിലുള്ള അഭയാർത്ഥി എന്നുള്ള കൺസിഡറേഷൻ കൊടുത്ത് ഇവരെ അകത്ത് കയറ്റാത്തത് എന്തുകൊണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഉത്തരമാണ് ഇന്ന് യൂറോപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ. ഇതാണ് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്. മിഡിൽ ഈസ്റ്റിലുള്ള ഒരു രാജ്യം പോലും യുവമാർക്ക് ഗേറ്റ് തുറന്നില്ലല്ലോ. എന്തുകൊണ്ടാണ്? കാരണം യുവമാരുടെ സ്വഭാവം എന്താണെന്നുള്ളത് അവർക്ക് തന്നെ നന്നായിട്ട് അറിയാം. മിഡിൽ ഈസ്റ്റിലുള്ള പല ലീഡിംഗ് രാജ്യങ്ങൾ പോലും ഇവരെ അനുകൂലിക്കുന്നില്ല. ഇവരുടെ പല സംഘടനകളെയും അവർ നിരോധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ സംഘടനകളെ ഒന്ന് നിരോധിക്കാൻ പോലും
മനസ്സ് വയ്ക്കാത്ത രാജ്യങ്ങളായിട്ട് മുന്നോട്ട് നീങ്ങുന്ന യൂറോപ്യൻസ് അവർക്കാണ് ഇപ്പോൾ പണി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കിട്ടട്ടെ. നമ്മൾ ഇന്ത്യ കുറെ കാലം കൊണ്ട് ഈ തീവ്രവാദത്തിൻ്റെ ഉപദ്രവം ഏറ്റ് ജീവിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരും ഇനി അനുഭവിക്കട്ടെ, അത് മാത്രമേ പറയാനുള്ളൂ. അടുത്തത് ലെബനാനുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം. ലെബനാനിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇസ്രായേൽ ഒരു 3 സ്ഥലത്ത് ഇവാക്യുവേഷൻ നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് ഒരു സ്ഥലത്ത്, നോർത്തേൺ ലെബനാൻ്റെ ഒരു സ്ഥലത്ത് കൃത്യമായിട്ട് ലെബനാൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ആ ഏരിയ സീസ് ചെയ്ത് ലെബനാൻ ആർമിയെ അവിടെ ഡിപ്ലോയ് ചെയ്തിട്ട് കംപ്ലീറ്റ് ഏരിയയും ഞങ്ങളുടെ കസ്റ്റഡിയിൽ എടുത്തോളാം എന്ന് പറഞ്ഞ് ഒരു ടൈം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇസ്രായേൽ ആ ഒരു മേഖലയിൽ അറ്റാക്ക് നടത്തണ്ട എന്ന് പറഞ്ഞിട്ട് ലെബനാൻ ഗവൺമെൻറ്റിന് ഒരു ടൈം ലൈൻ കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത ടൈം ലൈൻ അനുസരിച്ച് അവർ ലെബനാൻ ഗവൺമെൻറ് ആ ഏരിയ സീസ് ചെയ്ത് അവിടെയുള്ള ഹെസ്ബുള്ളയൊക്കെ അവർ ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ലെബനാൻ ആർമി ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇപ്പം ആ പ്രദേശത്ത് ആക്രമണം നടത്തുന്നില്ല. ബെക്ക വാലി എന്ന് പറയുന്ന സ്ഥലം, അതായത് സിറിയയുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു ഏരിയയാണ് ബെക്ക വാലി എന്ന് പറയുന്ന സ്ഥലം. ഈ ബെക്ക വാലിയിലുള്ള ആക്രമണം ഇസ്രായേൽ നിർത്തിവെച്ചിരിക്കുകയാണ്. പക്ഷേ അതേസമയം ഇന്നലെ പലർക്കും ഇന്നലെ എന്ന് പറയുമ്പോഴത്തേക്കും ഡേറ്റ് മനസ്സിലാകുന്നില്ല. ഇന്നലെ എന്ന് പറയുമ്പോഴത്തേക്കും സ്ട്രെയിറ്റ് അവേ ഇന്നലെ തന്നെയാണ്, അതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഈ വാർത്ത പബ്ലിഷ് ആകുന്നത് തിങ്കളാഴ്ചയാണ്, ഞാൻ ഇന്നലെ എന്ന് പറയുന്നത് ഞായറാഴ്ചയാണ്. അപ്പോൾ അതാണ് ഇന്നലെ, നമ്മുടെ വാർത്തയിൽ വരുന്ന ഇന്നലെ എന്ന് പറയുന്നത് ജസ്റ്റ് ദ പ്രീവിയസ് ഡേ, അതങ്ങ് മനസ്സിലാക്കിയാൽ മതി. അപ്പം ഈ ഞായറാഴ്ച ശരിക്കും നഈം കാസിം എന്ന് പറയുന്നത് ഹിസ്ബുള്ളയുടെ നിലവിലെ ലീഡറാണ്. അതായത് ഇതിനു മുമ്പ് നസറുള്ള ഇരുന്ന സ്ഥലത്താണ് ഇപ്പം നഈം കാസിം ഇരിക്കുന്നത്. ഈ നഈം കാസിം കുറേ നാളായി പുറത്ത് വന്നിട്ട് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പറഞ്ഞിട്ട്, അപ്പം പുള്ളിക്കാരൻ ഇന്നലെ പുറത്ത് വന്നിട്ട് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് അമേരിക്കയുടെ സ്വപ്നം അതങ്ങ് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. അത് അവർക്ക് ആകാശത്ത് നിന്നുള്ള കംപ്ലീറ്റ് സാമഗ്രികളും നിലത്തേക്ക് ഇറങ്ങി വരണം എന്നുള്ളതാണ് അമേരിക്കയുടെ താല്പര്യം. അത് സംഭവിക്കാൻ പോകുന്നില്ല. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും ആയുധം താഴെ വെക്കില്ല, വി ആർ നോട്ട് ഗോയിങ് ടു ഡിസാം എനി മോർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ആയുധം താഴ്ത്തിയിട്ട് ഹിസ്ബുള്ള ഇപ്പം തന്നെ മുട്ടുമടക്കി അങ്ങ് പൊയ്ക്കളയും എന്നുള്ള ഒരു ദിവാസ്വപ്നം കാണേണ്ടതില്ല എന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള താക്കീത് അമേരിക്കയ്ക്ക് കൊടുത്തിട്ടുണ്ട്, ഇസ്രായേലിനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേൽ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇസ്രായേൽ എന്ന് പറയുന്നത് ഇങ്ങനെ ഓപ്പണായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിങ്ങനെ ഹിസ്ബുള്ളയെ വെറുപ്പിക്കുന്ന സ്വഭാവം അവർക്കില്ല. അവർ കൃത്യമായിട്ട് അറ്റാക്കാണ് നടത്തുന്നത്. അപ്പോൾ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ ലെബനാൻ്റെ ഉള്ളിൽ നടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ലെബനാൻ എത്ര സ്ഥലം അവർ സെക്യൂർ ചെയ്യും? ഓക്കെ, ഈ ബെക്ക വാലി എന്ന് പറയുന്ന സ്ഥലം ലെബനാൻ പൂർണ്ണമായിട്ടും സെക്യൂർ ചെയ്തു എന്ന് എനിക്കൊരു വിശ്വാസമില്ല. പൂർണ്ണമായിട്ടും ആ ഒരു പത്രക്കുറിപ്പ് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഈ ബെക്ക വാലിയിൽ ഹിസ്ബുള്ളയുമായിട്ട് ഒരു ധാരണയിൽ എത്തിയിട്ട് നിങ്ങൾ തൽക്കാലം ഒന്ന് മാറി നിൽക്കൂ, ഞങ്ങൾ ഈ സ്ഥലത്ത് ഇനി ബോംബ് ഇട്ട് നശിപ്പിക്കുന്നതിന് പകരം ജസ്റ്റ് സേഫായിട്ട് ബിൽഡിങ്ങുകളെങ്കിലും നിലനിൽക്കട്ടെ. ഗാസയെ പോലെ ഇവിടെയും വാസയോഗ്യമല്ലാത്ത സ്ഥലമായിട്ട് മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് ഇപ്പം നിലവിലുള്ള ഒരു അവസ്ഥ വെച്ചിട്ട് നമുക്ക് ഇസ്രായേലിനെ റിറ്റാലിയേറ്റ് ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ചു നേരം മാറി നിൽക്കൂ, ഞാൻ അറ്റ്ലീസ്റ്റ് ഈ ഒരു ആക്രമണം തടയാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഗിമിക്കുകളെങ്കിലും കാണിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ലെബനാൻ്റെ ഗവൺമെൻറ് അവിടെ ഒരു ഇരട്ടത്താപ്പ് കാണിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ഇസ്രായേൽ വേറെ സ്ഥലങ്ങൾ ചൂണ്ടിക്കാണിക്കും. അപ്പോൾ അവിടെയൊക്കെ ലെബനാനിന് പോയി സെക്യൂർ ചെയ്യേണ്ടി വരും. അങ്ങനെ ലെബനാനിന് സെക്യൂർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പോൾ ചോദ്യചിഹ്നം. എന്തായാലും നോക്കാം എങ്ങനെയാണ് ഇത് ഡെവലപ്പ് ആകുന്നുള്ളത്. നിലവിലുള്ള ലെബനാൻ ഇസ്രായേൽ ആ ഒരു അപ്ഡേറ്റ് ഇതാണ്. 2005 ഇതിന് മുമ്പുള്ള ഇസ്രായേൽ ഗാസ യുദ്ധം അവസാനിപ്പിച്ചതിന് ശേഷം ആ ഒരു എഗ്രിമെൻ്റ് ഒക്കെ വെച്ചിട്ട് 2005-2006 അവിടെ നിന്ന് IDF പുറത്തേക്ക് വരുമ്പോൾ അവിടെ ഒരു ടീം ഉണ്ടായിരുന്നു. അതിലൊരാളാണ് ഈ റാദ് സാദ് എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഇസ്രായേൽ എലിമിനേറ്റ് ചെയ്തത്. ആ വ്യക്തിയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അയാൾ ആയുധം ഉൽപ്പാദിപ്പിക്കാനുള്ള ടെക്നോളജിയുമായിട്ട് നടക്കുന്ന ആളാണ്. അതായത് റോക്കറ്റൊക്കെ ഇവർ നിർമ്മിച്ച് ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് അടിച്ചു വിടുന്നുണ്ടല്ലോ, ആ സാമഗ്രികളൊക്കെ നിർമ്മിക്കാനുള്ള യഥാർത്ഥ ബുദ്ധി കേന്ദ്രമായിരുന്നു ഈ വ്യക്തി. അയാളെയാണ് ഇസ്രായേൽ ഇന്നലെ എലിമിനേറ്റ് ചെയ്തത്. അയാളോടൊപ്പം അഹമ്മദ് ജാബരി എന്ന് പറഞ്ഞൊരു വ്യക്തി, ബാസിം ഈസ എന്ന് പറഞ്ഞ ഒരു വ്യക്തി, ഇവരെല്ലാം തന്നെ ഈ 2005 മുതലേ ഈ ഒരു ടെക്നിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ വളരെ നിർണായകമായിട്ടുള്ള ആൾക്കാരാണ് ഇസ്രായേൽ ശനിയാഴ്ച എലിമിനേറ്റ് ചെയ്തത്. അപ്പോൾ ഇപ്പം പൊതുവിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഗാസ ആയാലും ശരി തന്നെ, ലെബനാൻ ആയാലും ശരി തന്നെയാണ്, ഇസ്രായേൽ നെക്സ്റ്റ് ലെവൽ എസ്കലേഷന് വേണ്ടിയിട്ട് മുന്നോട്ട് പോവാണ്. ഇനി ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. ഇന്ത്യൻ ഓഷൻ മേഖലയിൽ ചൈനീസ് സർവൈലൻസ് സ്പൈ ഷിപ്പ് അവർ ശരിക്കും 5 ഏരിയയിൽ കൃത്യമായിട്ട് അവർ റിസർച്ച് നടത്തിയിട്ടുണ്ട് ഇന്ത്യൻ ഓഷനിൽ. എന്താണ് അവർ നോക്കുന്നത് പറഞ്ഞാൽ റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സെഡിമെന്റ്സ്, ഓയിൽസ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഗതികളുണ്ടോ എന്നാണ് അവർ നോക്കുന്നത്. ഇതൊരു സ്പൈ വർക്കാണെന്നാണ് ഇന്ത്യ പറയുന്നത്. കാരണം ഇന്ത്യയുടെ അധീനതയിലുള്ള സ്ഥലങ്ങളിൽ വന്നിട്ട് ഈ രീതിയിലുള്ള സെർച്ച് ചെയ്യാൻ പാടില്ല എന്നാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. ചൈനയുമായിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകുന്നെങ്കിലും ചില കീ ഏരിയയിൽ നമുക്ക് വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പ് നമ്മൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചൈന ഇന്ത്യക്കെതിരെയുള്ള സ്പൈ വർക്കിന് വേണ്ടിയിട്ടാണ് ഈ മേഖലകളിലൊക്കെ വരുന്നത്. ഇവിടെ വന്നിട്ട് എന്ത് റിസർച്ചാണ്? ഇവിടെ എന്തെങ്കിലും കണ്ടെത്തിയാൽ തന്നെ ഇന്ത്യൻ ഓഷനിൽ ഇന്ത്യ അതിനെ ചൈന എടുക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കുമോ? ഒരിക്കലും സമ്മതിക്കില്ല. അപ്പോൾ ചൈന ഇങ്ങോട്ട് വരുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്?
ലക്ഷ്യം വേറൊന്നുമില്ല, സൗത്ത് ഇന്ത്യയെ സ്പൈ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള അജണ്ട. അതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഈ ചൈന ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ, ചൈന ബംഗ്ലാദേശിനെ 2019 മുതലേ ബംഗ്ലാദേശിന് ആയുധം കൊടുത്ത് ഇന്ത്യക്കെതിരെയുള്ള ആ ഒരു പ്രവൃത്തിയിലേക്ക് തന്നെയാണ് മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ബംഗ്ലാദേശും അതുപോലെ തന്നെ ചൈനയുടെ അടുത്ത് തന്നെയാണ് ആയുധങ്ങൾ മാക്സിമം പർച്ചേസ് ചെയ്യുന്നത്. ഇപ്പം നിലവിൽ ഫൈറ്റർ ജെറ്റുമായിട്ട് ബന്ധപ്പെട്ട ഡീലൊക്കെ അവർ ഇറ്റലിയുമായിട്ട് സംസാരിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ വീണ്ടും ചൈന അവിടെ ഇടപെട്ടിരിക്കുകയാണ്. ചൈന ഇപ്പം ഡാക്കയുമായിട്ട് 2030 വരെയുള്ള എഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുകയാണ്. അവരുടെ ഡിഫൻസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കരാറാണ് അവർ ഒപ്പിട്ടിരിക്കുന്നത് 2030 വരെ. അതിൻ്റെ ഭാഗമായിട്ടാണ് ചിക്കൻ നെക്കിൻ്റെ അടുത്തൊക്കെ അവർ എയർബേസ് നിർമ്മിക്കുന്നത്. ഇപ്പോൾ റീസെൻ്റായിട്ട് 2.2 ബില്യൺ വർത്ത് വരുന്ന 20 ചെങ്ഡു J-10 ഫൈറ്റർ ജെറ്റിൻ്റെ ഡീൽ അവർ സൈൻ ചെയ്തിട്ടുണ്ട്. ചൈനയാണെങ്കിൽ ചൈനയ്ക്കുള്ളിൽ ഇതൊക്കെ നിർമ്മിച്ച് അങ്ങ് സ്റ്റോക്ക് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എളുപ്പത്തിൽ ഡെലിവറി ചെയ്യാൻ സാധിക്കും. 2026-2027 ഈ 20 ഫൈറ്റർ ജെറ്റുകൾ ബംഗ്ലാദേശിന് ചൈന കൊടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 26-27 എത്ര ക്വിക്കായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് മാത്രം നമ്മൾ നോക്കി നിന്നാൽ മതി. കാരണം ചൈനയാണ് അപ്പുറത്ത്. ചൈനയാണെങ്കിൽ 40 എണ്ണം ഇമ്മീഡിയറ്റ് ആയിട്ട് ഇറാൻ്റെ ഉള്ളിൽ കൊണ്ട് പാർക്ക് ചെയ്ത ആൾക്കാരാണ് ചൈന. അപ്പോൾ അതുകൊണ്ട് J-10 ഒക്കെ 26-27 ഉടനെ കൊടുക്കണ്ട. ഈ പൈസയുമായിട്ടൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, ബംഗ്ലാദേശ് അങ്ങനെ പെട്ടെന്ന് പൈസ കൊടുക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു കൃത്യമായ വിലയിരുത്തൽ. അപ്പോൾ അങ്ങനെ J-10C കാറ്റഗറിയിൽ വരുന്ന ഫൈറ്റർ ജെറ്റുകൾ 20 എണ്ണം 26-27 2026-27 ആ ഒരു വർഷത്തിൽ തന്നെ ബംഗ്ലാദേശിന് കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓൺലി ഇപ്പോൾ ഈ ഫൈനാൻഷ്യൽ ഡീലിംഗുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളാണ് നടക്കുന്നത്. അതേപോലെ ഡ്രാഗൺ ഫ്യൂച്ചേർഡ് അഡ്വാൻസ്ഡ് റഡാർ AESA എന്ന് വിളിക്കുന്ന ആ ഒരു റഡാർ സപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യക്കുള്ളിൽ വന്ന് വീണ് പൊട്ടാതെ കിടക്കുന്ന PL-15 എന്ന് പറഞ്ഞൊരു മിസൈൽ സിസ്റ്റം ഉണ്ടല്ലോ, അതും ബംഗ്ലാദേശിന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അവരുടെ കയ്യിൽ ഈ പഴയ MiG-29 ആ കാറ്റഗറിയിൽപ്പെട്ട 2-3 വിമാനങ്ങളുണ്ട്. അപ്പം അത് മെയിൻ്റനൻസ് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിന് ഇപ്പം ബംഗ്ലാദേശിന് കൊടുക്കാൻ പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ 10 വർഷത്തേക്കുള്ള ഫൈനാൻസിങ് ഫെസിലിറ്റേറ്റ് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ചൈന. ഇനി വേറെ എന്ത് വേണം? ഇപ്പോൾ പൈസയുടെ കാര്യത്തിൽ തീരുമാനമായി. 10 വർഷത്തേക്കുള്ള ലോൺ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തിരിച്ച് അടച്ചു തുടങ്ങിയാൽ മതി. പക്ഷേ വേറൊരു കാര്യമുണ്ട്, 10 വർഷം കഴിഞ്ഞ് തിരിച്ചടയ്ക്കാൻ പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ ശ്രീലങ്ക ഓർമ്മയുണ്ടല്ലോ, അവസാനം ഇന്ത്യയാണ് പോയി രക്ഷപ്പെടുത്തിയത്. അതേപോലത്തെ അവസ്ഥയിലേക്ക് തള്ളപ്പെടും. എനിവേ നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ അതേസമയം നമ്മൾ ഷേഖ് ഹസീന ഇരുന്ന സമയത്തും ഏതാണ്ട് 19.8%, 20% ആയുധങ്ങൾ ഷേഖ് ഹസീനയും ചൈനയുടെ പക്കൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ അവരൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പോളിസിയാണ് ഷേഖ് ഹസീനയുടേത്. ചൈനയെ അവർ നോക്കുന്നെങ്കിലും ഇന്ത്യയും അവർ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ഇവിടെ ഇപ്പം യുനെസ് എന്ന് പറഞ്ഞാൽ ടോട്ടലി ഇന്ത്യയെ ഇഗ്നോർ ചെയ്തുകൊണ്ട് ചൈനയ്ക്ക് കംപ്ലീറ്റ്ലി ഓപ്പൺ ഡോർ ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു പോളിസിയാണ് യുനെസ് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യ ഡിസ്റ്റർബ്ഡ് ആണ് ഈ ഒരു വിഷയത്തിൽ. കാരണം ഇവൻ ഈ ബംഗ്ലാദേശിന് എന്തിനാണ് ഫൈറ്റർ ജെറ്റ്, അതാണ് മനസ്സിലാവാത്തത്. എനിവേ നോക്കാം. ഇന്ത്യ ഇതിനെക്കുറിച്ച് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദ്യം ഉയർത്തിയാലും അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് റഖൈൻ സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലെയിമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. പ്രത്യേകിച്ചും ഈ റോഹിംഗ്യ മുസ്ലിംസ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവർ പറയുന്നത്. പക്ഷേ പാകിസ്ഥാൻ്റെ ഫുട് പ്രിന്റ് വളരെ ശക്തമാണ് ബംഗ്ലാദേശിൻ്റെ ഉള്ളിൽ. അപ്പോൾ എന്തായാലും കുറേ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.